ഹലോ, വെൽക്കം ടു സാൻസ് കിച്ചനേറ്റ്. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള പൈനാപ്പിൾ ചിക്കൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, 150 ഗ്രാം ബോൺലെസ് ചിക്കൻ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസ്, അല്പം ഉപ്പും കൂടി ചേർത്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി 2 പച്ചമുളകും 1/2 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് ഒന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സ്പ്രിംഗ് ഒണിയനും 1/2 കപ്പ് ക്യാപ്സിക്കവും 1/2 കപ്പ് ക്യാബേജും 1/2 ടീസ്പൂൺ പഞ്ചസാരയും അല്പം ഉപ്പും കൂടി ചേർത്ത് 1 മിനിറ്റ് കൂടി നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സോയാ സോസും ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും 1/2 കപ്പ് പൈനാപ്പിളും കൂടി ചേർത്ത് 1 മിനിറ്റ് നന്നായി ഒന്നുകൂടി യോജിപ്പിക്കുക. ഞാനിവിടെ ക്യാൻഡ് പൈനാപ്പിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രഷ് പൈനാപ്പിൾ ആണെങ്കിൽ വെജിറ്റബിൾസ് വഴറ്റുന്ന സമയത്ത് പൈനാപ്പിൾ കൂടി ചേർത്ത് വഴറ്റിയെടുത്താൽ മതിയാകും. ഇതിലേക്ക് അല്പം സ്പ്രിംഗ് ഒണിയനും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ വളരെ രുചികരമായ പൈനാപ്പിൾ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.